Hello guys, welcome back to Star Live Tech. Realme 7 series officially ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ Realme 7 എന്ന ഡിവൈസിൻ്റെ ഒരു സ്പെക് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. So without wasting any more time, let's get to the video. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുന്ന സമയത്ത് 6.5 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ റെസൊല്യൂഷനിൽ വരുന്ന ഒരു IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിരിക്കുന്നത്. 1080x2400 പിക്സൽസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത്. 405 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. നമുക്ക് 90 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം 83.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഡിവൈസിൽ വരുന്നത്. ഒരു സിംഗിൾ പഞ്ച് ഹോൾ കട്ടാണ് ഈ ഡിവൈസിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഗോറില്ല ഗ്ലാസ് 3യുടെ സപ്പോർട്ടും ഈ ഡിവൈസിൽ വരുന്നുണ്ട്. ഒപ്പം ഈ ഡിവൈസിൻ്റെ ഓവറോൾ ബോഡി വെയ്റ്റ് വരുന്നത് 196.5 ഗ്രാംസ് ആണ്. 20:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. ഇനി നമ്മൾ ഈ ഡിവൈസിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന സമയത്ത് മീഡിയാടെക്കിൻ്റെ HELIO G95 എന്ന ഒക്ടാകോർ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. LPDDR4X RAM ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. Mali G76 MC4 ആണ് ഈ ഒരു ഡിവൈസിൻ്റെ GPU. അപ്പോൾ നമ്മുടെ Realme 6 എന്ന ഡിവൈസ് വെച്ച് നോക്കുന്ന സമയത്ത് പെർഫോമൻസിൽ ചെറിയൊരു അപ്ഗ്രേഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിവൈസ് നമുക്ക് 2 വേരിയൻസിലാണ് വരുന്നത്. ബേസ് വേരിയൻറ്റ് വരുന്നത് 6GB RAM ആൻഡ് 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണ്. അതോടൊപ്പം 8GB RAM ആൻഡ് 120GB സ്റ്റോറേജ് എന്ന വേർഷനും വരുന്നുണ്ട്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഡിവൈസിൽ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ ക്യാമറ സെഗ്മെൻറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. Realme 7 ഒരു വേർട്ടിക്കൽ ക്യാമറ മോഡ്യൂൾ ആണ് നൽകിയിരിക്കുന്നത്. പ്രൈമറി സെൻസർ 64 മെഗാ ആണ്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. സോണിയുടെ IMX682 എന്ന സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം 8 മെഗാ അൾട്രാ വൈഡ് ലെൻസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് 119 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ലഭിക്കുന്നുണ്ട്. ഒപ്പം 2 മെഗാ ഒരു പോർട്രേറ്റ് ലെൻസും 2 മെഗാ ഒരു മാക്രോ ലെൻസും കൂടി കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് 16 മെഗാ ഒരു സിംഗിൾ സെൽഫി ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. അത് നമുക്ക് ഡിസ്പ്ലേക്കകത്ത് ഒരു പഞ്ച് ഹോൾ കട്ടിലാണ് നൽകിയിരിക്കുന്നത്. ഇനി ഒരു ഡിവൈസിൻ്റെ ബാറ്ററി സെഗ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh കപ്പാസിറ്റി വരുന്ന ഒരു മാസീവ് ബാറ്ററിയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം 30 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിവൈസ് 0 to 100% ചാർജ് ചെയ്യാൻ ഏകദേശം 65 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. പിന്നെ USB Type-C പോർട്ടാണ് ഈ ഡിവൈസിൽ നൽകിയിരിക്കുന്നത്. LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കാർബൺ ഫൈബർ കൂളിംഗ് സിസ്റ്റം ഈ ഡിവൈസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഓവറോൾ ഇതൊക്കെയാണ് Realme 7 എന്ന ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ്. പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻ്റായ 6GB RAM ആൻഡ് 64GB സ്റ്റോറേജിന് പ്രൈസ് വരുന്നത് 14,999 രൂപയാണ്. അതോടൊപ്പം ടോപ്പ് വേരിയൻ്റായ 8GB RAM ആൻഡ് 120GB സ്റ്റോറേജിന് പ്രൈസ് വരുന്നത് 16,999 രൂപയുമാണ്. Realme 7 സീരീസ് ഒഫീഷ്യലി ഇന്നാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ ഫസ്റ്റ് സെയിൽ നടക്കുന്നത് സെപ്റ്റംബർ 10-നാണ്. റിയൽമിയുടെ വെബ്സൈറ്റിലൂടെയും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലൂടെയും ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും ഈ ഡിവൈസിൻ്റെ സെയിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിവൈസ് കൂടിയാണ് Realme 7. Realme 6 കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ വൈസ് വലിയ അപ്ഗ്രേഡിങ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പെർഫോമൻസിലും അതുപോലെ തന്നെ ബാറ്ററി സെഗ്മെൻറ്റിലും നല്ലൊരു അപ്ഗ്രേഡിംഗ് ആണ് ഈ ഒരു ഡിവൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡിവൈസ് മിസ്റ്റ് വൈറ്റ്, മിസ്റ്റ് ബ്ലൂ എന്നീ 2 കളർ വേരിയൻസിലാണ് വരുന്നത്. സോ ഗൈസ്, ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.